എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളാ ബസ് പോണത് കണ്ട? ഇന്ന് നമ്മുടെ യാത്ര യൂഷ്വൽ യാത്ര അല്ല. അതായത് ഇവിടുന്ന് ട്രാഫിക് കയറിയിരുന്ന് നേരെ ജോലി സ്ഥലത്ത് പോയി ഇറങ്ങുന്നൊരു അവസ്ഥയല്ല. ഇന്ന് നമ്മൾ ആദ്യം ബസ് കയറി, പിന്നെ കുറച്ച് ദൂരം പോയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രാം കയറി പോകേണ്ട ദിവസമാണ്. അതിന് കാരണം എന്താണെന്നറിയുമോ? ഇവിടെ ചില സമയത്തൊക്കെ മെയിൻ്റനൻസ് വർക്ക് വരും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പകുതി ദൂരം വരെ ട്രാം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ പൊതുവെ ട്രാമിൽ കിടന്ന് ഉറങ്ങാറുള്ള പോലെ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ജോലി സ്ഥലത്ത് എത്തില്ല. ആദ്യം ബസ് കയറണം, അത് കഴിഞ്ഞിട്ട് ട്രാം കയറണം. പകുതി ദൂരത്തു നിന്ന് ട്രാമുണ്ട്. ഇന്ന് ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദുഃഖകരമായ വാർത്ത ഞാൻ അറിയിക്കുന്നു. പിന്നെ ഇതെങ്ങനെ അറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആപ്പുണ്ട്. നമ്മുടെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഇതറിയില്ല. വേറൊരു ജാക്കൊമ്പ എന്തൊരു സാധനം ഉണ്ട്, അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കാം. ഒരു ആപ്പുണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാളെ ഏതൊക്കെ റൂട്ടിൽ ഏതൊക്കെ സമയത്ത് ബസ് പോകുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ അലാം വയ്ക്കാറ്. അത് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ, പോകേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ അറിയുന്നത് ഇന്ന സമയത്ത് ഇന്ന വണ്ടി ഇന്ന റൂട്ടിൽ കൂടെ പോകും, അല്ലെങ്കിൽ ഇന്ന റൂട്ടിൽ ആ വണ്ടി പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമായ സത്യങ്ങൾ. അതുമാത്രം അല്ല, നിങ്ങളെൻ്റെ ജാക്കറ്റിൻ്റെ കളർ ശ്രദ്ധിച്ചോ? സമ്മറായെന്നൊക്കെ വെറുതെ പറയുന്ന ഇന്നിപ്പോൾ 3 ഡിഗ്രി, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ 6 ഡിഗ്രി. എന്നെ കൊണ്ട് മടുത്ത്. സമ്മർ കാത്തിരുന്ന് സമ്മറായിരുന്നു. ഒരു ചെറിയ ഹോപ്പ് വന്ന് പിന്നെ മിണ്ടറി കൊണ്ടാക്കുന്നു. മൈ ഗാഡ്, ഇവിടുത്തെ ആൾക്കാർക്ക് വരെ ഭ്രാന്തായി തുടങ്ങിയിട്ടുണ്ടോ? കാരണം ഇപ്പം മെയ്യൊക്കെ ആയില്ലേ, മർക്കൊക്കെ ഒന്ന് ചൂടായിക്കൂടെ? പൊതുവെ ഏപ്രിൽ പകുതിയാവുമ്പോഴേക്കും നല്ല ചൂടാവുന്ന ഒരു രാജ്യമാണ്. ഇപ്പം ചൂടുമില്ല, ഒന്നുമില്ല. ഓ മൈ ഗാഡ്. 99.9% ഈ കാണുന്ന പട്ടുകൂറ്റൻ മരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും, എന്താന്നല്ലേ, ഞങ്ങളെന്താ പൊട്ടന്മാരാ, നിങ്ങളെന്താ പൊട്ടനാ? ആ അവസ്ഥ പാവങ്ങൾ. സമ്മറായെന്നും പറഞ്ഞ് അതിലൊക്കെ പൊഴിച്ച് നിൽക്കണം നിപ്പ് കണ്ട. പക്ഷെ വിൻ്ററിൽ തണുത്തുലയേണ്ടി വരുമെന്നൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പാവങ്ങൾ. പക്ഷെ അതാണ് യാഥാർത്ഥ്യം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും വിൻ്റർ തന്നെയാണ്. 3 ഡിഗ്രി. പാവങ്ങൾ നിന്ന് വരച്ചോ, കുഴപ്പമില്ല, നിങ്ങൾ മുറയ്ക്കുന്നുണ്ട്. അതേ എനിക്ക് അവരോട് പറയാനുള്ളൂ. കാരണം സമ്മറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്, ജാക്കറ്റൊക്കെ ഇട്ട് മൂടി പൊതച്ച് പട്ടിനെയും കൊണ്ട്. അതുകൊണ്ട് കൂടെ സ്ഥിരം കാഴ്ചയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളതേ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് സഹിക്കുക. ഓക്കെ, ബൈ. അങ്ങകലെ ഇപ്പോൾ അടുത്തെത്തിയ ഈ കാണുന്ന ബസ്സാണ് നമ്മുടെ ഇന്നത്തെ പേടകം. ഇതിലാണ് അപ്പം നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ട്രാമിലായിരിക്കില്ല. ട്രാമിൽ അതേ പ്രൊസീജിയർ, പക്ഷേ ഇത് റെയിലിലല്ല ഉള്ള. പണി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബസ് അവിടെ നിർത്തി കൂടെ ഉള്ള എല്ലാവരും നടന്നുകൊണ്ടിരിക്കണം. ബസ് സ്റ്റേഷൻ അവിടെ. ട്രാം 2 മിനിറ്റിൽ വരും. സ്റ്റോപ്പില്ലായിരുന്നു, ആകെ 2 സ്റ്റോപ്പുള്ളൂ. വേറൊരു സ്റ്റോപ്പ് നേരത്തെ പിന്നെ ഇവിടെ. ഞാൻ വിചാരിച്ചു ഈ വഴിയല്ലേ അങ്ങോട്ട് നിർത്തിക്കോളൂന്ന്. പക്ഷെ തെച്ച്. ഈ 2 വണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ ഓട്ടും. അയ്യോ, ഓടാൻ പറ്റില്ല, പച്ചയായി. എന്നാലും ഈ 2 വണ്ടി കൂടി പോയാൽ ഞാൻ ഓടും. കാരണം ട്രാം പോയാൽ ഞാൻ പെടും. സ്റ്റുഡിയോ തുറക്കാനുള്ളതാണ്. പിന്നെ കാലത്തായതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഓടണേ. അപ്പോൾ പോട്ടെ, ഇനി കിട്ടും. ഇനി അതിനൊന്നും എനിക്ക് കിട്ടില്ല. ട്രാം വരുന്നില്ല. ഇവിടെ പച്ച, നമുക്ക് ധൈര്യത്തിലോടാം. അപ്പോൾ കാലത്തെ കാര്യങ്ങൾ കുഴപ്പമില്ലായിരുന്നു ഇത്ര നേരം. ശുഭം. അപ്പോൾ ഞാൻ പോട്ടെ, ഇനി ജോലി സ്ഥലത്ത് പോട്ടെ. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. യൂഷ്വൽ പരിപാടികളാണെങ്കിൽ ലൈൻ കട്ട്. Finally, we reached our destination and now we have to walk, let's say 500 meters. And I have my friend, my colleague, Mr. Vlad with me. And I have the serious question for him to answer. The question is, why do you think I always book you for work whenever I am working? Yeah, tell me. Why do you think I always call you? You don't know, because maybe I'm your best friend. No, you are not. Tell me why. Why do you think? I think I can answer it. Can I? Or if you don't have an answer, I can answer it. No, you can. The answer is, he knows how I work
how I do my shit, and he knows how to manage stuff even without me. That makes it easier for everybody. All the people who works with me knows what to do even without me, or knows how I work, which makes the work easier. Do you think like that? Yeah, 70%. He is my superhero. It's not true. It is true. It's not true. Dude, even if you check my videos, each and every single day, maybe 1 or 2 days you won't be there, rest all days you are there. It's because he is unavailable. Whenever he is available, he is my first priority. He and that one Arabic guy, I don't know where he is currently, but he is also there. Okay, bye. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. 8:30 ആയപ്പോഴേക്കും ഇത്രയും വെയിലുണ്ട്, പ്ലസ് 7 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഞാൻ ഈ സാധാരണ ടീഷർട്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ്. പ്ലസ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന, എൻ്റെ കണ്ണുറക്കം പറ്റണം, നമ്മൾ കഴിക്കാൻ പോകുന്ന ആദ്യത്തെ ഭക്ഷണം ആപ്പിള്. ഇനി എന്തൊക്കെ ഞാൻ ഇന്ന് കഴിക്കുമെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ആപ്പിൾ, അത് എല്ലാ ദിവസവും തന്നെയാണ്, ഒരു 3 വർഷമായിട്ട് തന്നെയാണ് ആപ്പിളായിരിക്കും ആദ്യം ഞാൻ കഴിക്കണേ. സെറ്റ് ആപ്പിളാണ്. ഇവിടെ ഈ ആപ്പിളിൻ്റെ കിലോ 2.5 സ്ലോട്ടി, 5 സ്ലോട്ടിയാണ്. ഓഫറിന് 2.5 കിട്ടിയപ്പോൾ ഞാൻ 2 കിലോ മേടിച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വന്നാലും എൻ്റെ ആപ്പിൾ കൂടെ ഉണ്ടാവും, എടുക്കുക, കഴിക്കുക. അത് എൻ്റെ കുറേ കാലമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ആപ്പിൾ. അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ലിറ്റർ വെള്ളം കുടിക്കും. ഉറക്കത്തിൽ നിന്ന് എനിക്ക് പല്ല് കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം കുടിക്കുന്നത് ഒരു 1/2 ലിറ്റർ വെള്ളം. പിന്നെ ജോലിക്ക് വന്ന് ഒരു 8:30, 9 മണിയാകുമ്പോഴേക്കും ഒരു ആപ്പിൾ അല്ലെങ്കിൽ 2 ആപ്പിൾ. അത് കഴിഞ്ഞിട്ട്, അതായത് ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആപ്പിൾ ആദ്യത്തെ. ഹായ്, ഹൗ ആർ യു? Hello, I'm fine. So what are you planning to do today here? Relaxing, not working. And something else? No. സമയം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫുഡിൻ്റെ സമയമാണ്. നമുക്ക് ഉള്ളത് ഈ ഒരു ജ്യൂസാണ്. ജ്യൂസല്ല, കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ചിയയുടെയും മാംഗോയുടെയും കൂടി ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. പിന്നെ ഈ കപ്പ് കേക്ക്. നോ, ഡോണ്ട് ഡു ദാറ്റ്. കപ്പ് കേക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. ഇവന്മാർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് ചായ കുടിക്കേണ്ടത്, ഇവൻ എന്ത് ചായ കുടിക്കുന്നു, അടുത്തവൻ ഇവിടെ നോക്കിയിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു. ഇവിടെ അടുത്ത ആളിരിക്കുന്നു, അറ്റത്തൊരാളും കൂടി കരിപ്പോടാ കണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് എന്നാ കഴിക്കട്ടെ. നമുക്ക് പോളിഷുകാർ എന്താ കഴിക്കാമെന്ന് ചോദിച്ചു നോക്കാം. ഇനി ഇവൻ്റെ ഫുഡാണ് ഈ കാണിക്കണം, എൻ്റെ ഫുഡ് ഞാൻ കഴിക്കുന്ന സമയമായിട്ടില്ല. സോ വ്ളാഡ്, വാട്ട് ഡു യു ഹാവ് ഹിയർ? Cutlet, rice and salad. Is it like, what type of rice is this? Rice? This is meat for No, the rice. നമ്മുടെ നാട്ടിലെ പച്ചരി പോലെ. see what the rice? Yeah, see, I see it. Nice. പുള്ളി നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കണേ കണ്ടോ. അടുത്ത ആൾക്കാണെങ്കിൽ ഇന്ന് പിസ്സയാണ്. ഡൊമിനോസിൻ്റെ പിസ്സയും സോസിൻ്റെ ഇതേ പ്രൊമോഷൻ കണ്ടില്ലേ. പാത്രത്തിൽ പിസ്സ പിസ്സ പിസ്സ, ഇത് മൂസ പ്ലിങ്ങിയിരിക്കുകയാണ്. അത് ഞാൻ പറയുന്നില്ല എന്താ സംഭവം. നമ്മുടെ അടുത്ത ഫുഡ് എന്താണെന്ന് പറയാം, മുസൽമാൻ. അവളുടെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആര് തന്നു എന്ന് പറയണില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫുഡ് നമ്മൾ ഷെയർ ചെയ്യും, പലർക്കും കൊടുക്കും, പലർ നമുക്കും തരും. അപ്പോൾ നമ്മൾ ഫുഡ് വേറെ ആൾ കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഫുഡ് കിട്ടും. ഇന്നങ്ങനെ കിട്ടിയ സാധനമാണ് മുസൽമാൻ. ഇതെന്താണെന്ന് എനിക്കൊരു പിടിയില്ല. കണ്ടിട്ട് നമ്മുടെ പൊറോട്ട തന്നെ പഞ്ചസാരയിൽ കുത്തിക്കയറ്റി എന്തൊരു പരിപാടിയാണ്. എന്തൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, അതല്ല, പൊറോട്ടയിൽ പഞ്ചസാര ഫ്ലേവർ അടിച്ചേക്കുന്നൊരു സാധനം. മൊറോക്കോസ് ആണ് കേട്ടോ, ടിപ്പിക്കൽ മൊറോക്കൻ ഫുഡ്. ഇത് ഹെവിയാണ്, ഇത് ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, കഴിച്ചേർക്കട്ടെ. അപ്പോൾ ഇതാണ് അടുത്ത ഫുഡ് ഇന്നത്തെ. ഇനി കുറച്ച് അനുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോറുണ്ട്. പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ എന്ത് തേങ്ങയുടെ മൂടാ പറയണേന്ന്, ഇതിൻ്റെ കുറ്റാണോ പറയണത് നല്ലതാണോ എന്ന് പറയണ്ടേന്ന് അറിയണ്ടേ. ഇറ്റ്സ് ഗുഡ്, നൈസ്. എന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞാൽ അവർക്ക് അടുത്തേച്ച് പറയാൻ കിട്ടുള്ളൂ. എങ്ങനെ? അപ്പം ശരി. ചിക്കൻ ഗ്രില്ല് ചെയ്തത്, എല്ല് ഊരിക്കളഞ്ഞുകൊണ്ടാണ് ചിക്കൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ അതേ ഇതിലിട്ട് വേവിച്ച് ഉരുളൻകിഴങ്ങും. പിന്നെ അച്ചാർ ഇതിനകത്ത് എവിടെയുണ്ട്, എവിടെയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉച്ചഭക്ഷണമായി കഴിക്കും. ഇതിന് മുന്നേ കഴിച്ചതൊക്കെ
ഒരു സ്റ്റാർട്ടർ മുതലായ പരിപാടികളാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ഭക്ഷണം കഴിക്കലൊന്നുമില്ല. കൂടിപ്പോയാൽ ഒരു ആപ്പിളും കൂടി കഴിക്കും, അതല്ലാതെ വേറെ കഴിക്കലില്ല. പിന്നെ വേണമെങ്കിൽ വെള്ളം കുടിക്കും. വെള്ളം വേണമെങ്കിലല്ല, ആവശ്യത്തിലും കൂടുതൽ കുടിക്കും. പിന്നെ ഇത്രയും ഭക്ഷണം എന്തുകൊണ്ട് കഴിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ജോലി നടക്കുന്നുണ്ട്, ശരീരം അത്രയും ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. അധികം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ ചുണ്ട് എൻ്റെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടും. അപ്പോൾ ഭക്ഷണം നല്ല രീതിയിൽ ഞാൻ കഴിക്കും. അതിനനുസരിച്ച് ഇവിടെ ഞാൻ സ്റ്റെപ്പ് കയറാറെങ്കിലും മുകളിലേക്കും അങ്ങോട്ടേക്കും ഇവിടേക്കൊക്കെ ആയിട്ട് ഒരു ലോഡ് നടത്തവും പിടിക്കലും ഒക്കെ ഉണ്ട്. അത് വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഭക്ഷണം കഴിക്കണേ. ഇത്രയും അല്ലെങ്കിൽ ഇതിന് ക്വാലിറ്റിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കും. പക്ഷേ ആർഭാടം ഓവറാക്കാറില്ല. ആവശ്യത്തിന് കുഞ്ഞിതായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കും. പിന്നെ കൂട്ടുകാർ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ തരും, കഴിക്കും. അതായത് നമ്മളൊരു സാധനം കൊണ്ടുവരുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ അവരെന്തെങ്കിലും എക്സ്ട്രാ കൊണ്ടുവരുമ്പോൾ നമുക്കും തരും. അത് ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഹെൽത്തി വർക്ക് സ്പേസ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പരിധി വരെ അത് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ വേറെ ആളുടെ നമുക്ക് ഫുഡ് മേടിച്ചുകൂടെ കഴിക്കുന്നതും എൻ്റെ ഫുഡ് വേറെ ആൾ കഴിക്കുന്നതൊക്കെ നിങ്ങൾ കാലത്ത് കണ്ടില്ല. അതേപോലത്തെ പരിപാടികളൊക്കെ അത് ഇവിടെ എല്ലാ ആഴ്ച നടക്കുന്നതാണ്. ഇനി മുന്നത്തെ ഈസ്റ്ററിന് ഒരാൾ ഫുഡ് എല്ലാവർക്കും ഉണ്ടാക്കിയാൽ കൊണ്ടുപോകും, അങ്ങനത്തെ പരിപാടികളൊക്കെ. അതാണ് ഇവിടുത്തെ ഒരു ജോലിയുടെ ഒരു ഇത്. പിന്നെ നമ്മൾ ജോലി സ്ഥലം പരമാവധി എല്ലാവർക്കും ഫ്രണ്ട്ലി ആക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. ഇവിടെ അങ്ങനെ ബോസ് എന്ന് ആരെയും വിളിക്കരുത്, അങ്ങനത്തെ പരിപാടി ഞാൻ കൃത്യം പറഞ്ഞിട്ട് എല്ലാവരും പേരെടുത്ത് വിളിക്കുക. അതല്ലാതെ മൊയിലാളി പരിപാടിയൊന്നും ഇവിടെ നടപടിയാവില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആർക്കും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് പറ്റിയാലും ആ തെറ്റ് തിരുത്താനുള്ള വഴി നോക്കുക, ചെയ്യുക. അതല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനുള്ള ദിവസം ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ഞാൻ പറയില്ല. പിന്നെ ചിലവർ നമ്മുടെ ഇടയ്ക്ക് കൊമ്പ് കൊടുക്കാനൊക്കെ വരും, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മളതനുസരിച്ച് അപ്പം തന്നെ റിയാക്ട് ചെയ്യുക. എന്തെങ്കിലും സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഒട്ടേ പുല്ല് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല. കാരണം ഇതല്ല എൻ്റെ ഒരു പ്രൊഫഷണൽ വേ വെച്ച് നോക്കുമ്പോൾ ഇതല്ല എൻ്റെ ഒരു ഇത്. ഇപ്പോൾ താൽക്കാലികമായി എനിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇതാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കമ്പനിയോട് ലോയലാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ ജോലി സമയം ഇങ്ങനെ കുറേ കിടക്കണം, അത് തീരണം. ഉച്ചഭക്ഷണം എൻ്റെ അവസാനത്തെ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഞാൻ തമാശ പറയുന്നതല്ല, എൻ്റെ ഒരു 3 വർഷത്തിലുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയും. 3 വർഷമായിട്ട് ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ട്. സൂപ്പറാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്നും മയങ്ങും. ആരും പറയണ്ട, ഇത്തിരി നേരം മയങ്ങില്ലെങ്കിൽ എനിക്ക് സുഖം കിട്ടില്ല. മയങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ബാക്കി അക്കൗണ്ട്സിലുള്ള ബാക്കി റിപ്പോർട്ടും കാര്യങ്ങളും മെയിലുകളൊക്കെ ചെക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. ബൈ. കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷെ അതെന്താണെന്ന് മൊത്തത്തിൽ എനിക്ക് പറയാൻ പറ്റൂല. അതറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസത്തെ വ്ളോഗ് ഒന്ന് കണ്ടേക്ക്. കാരണം ഈ ദിവസത്തിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദിവസം നമ്മൾ പൊതുവെ തീർക്കാറുള്ള പോലെ തന്നെ തീർക്കും. ഒരു ചെറിയ ഭാഗം എടുത്ത് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചു, ഒരു മുങ്ങൽപ്പൊന്തൽ പരിപാടിയാണ്. എന്താണെന്ന് അടുത്ത വ്ളോഗിൽ നോക്കിക്കോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം സമയം ഏതാണ്ടൊരു 8 മണിയായിട്ടുണ്ട്. എനിക്കിനി ഒരു 3/4 മണിക്കൂറും കൂടി ഉണ്ട്. ഇത്രയും വെളിച്ചുണ്ട് കേട്ടോ 8 മണിക്ക്. എന്ത് പറയാനല്ലേ, പക്ഷെ നല്ല തണുപ്പുണ്ട്, വെയിലിനൊത്ത തണുപ്പും. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ 8:45 ഞാൻ ഇറങ്ങുമ്പോൾ 6 ഡിഗ്രി ആവേണ്ടതാണ്. ഇപ്പോൾ എനിക്കൊരു 8 ഡിഗ്രി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യമൊന്നുമില്ല. ഇനി ജോലി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറയാം. പക്ഷെ നാളത്തെ വ്ളോഗ് കണ്ടാലാണ് ആ മുങ്ങിയ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ആ മുങ്ങൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടിക്കുഴച്ച് വരും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് കുറച്ച് സമയം ഞാൻ നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ. ഓക്കെ, ഇനി വീട്ടിൽ പോകുന്നത് പരിപാടികളായിരിക്കും. വീട്ടിൽ പോകുന്ന സമയത്ത് കാണാം. അപ്പോൾ ശരി, ബൈ. കഴിഞ്ഞാച്ച് അവസാനം ഇന്നത്തെ ജോലി കഴിഞ്ഞാച്ച്. കാലത്ത് അതേ ടെമ്പറേച്ചർ ആയിട്ടുണ്ട്, തണുപ്പുണ്ട്. ഇനി നമ്മുടെ പരിപാടി വീട്ടിൽ പോകൽ ആണ്. ഓൾറെഡി ട്രാം പോയി എന്നൊരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു കുഞ്ഞി മോളിൽ പോയിട്ട് കുറച്ച് ഗ്രോസറീസ് വാങ്ങണം. എന്താ വാങ്ങേണ്ടതെന്ന് അറിയാൻ പാടില്ല. സിൻസ് വി ഹാവ് 30 minutes, വി ആർ ഗോയിങ് ഫോർ എ മിനി ഷോപ്പിംഗ്. എത്രയും വേഗം മേടിച്ച് ഇത്രയും വേഗം വീട്ടിൽ പോയി എത്രയും വേഗം ഫുഡ് അടിച്ച് കിടന്നുറങ്ങണം എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ സത്യം. എന്ത് ചെയ്യാൻ, എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാളെയും ഇതേ സമയത്ത് നമുക്ക് ജോലിക്ക് വരണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ അകലെ കാണുന്ന മോളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. സമയം തീരെയില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചല്ലേ പറ്റൂ. അപ്പം അതെടുത്തു, ഒരു ജ്യൂസ് എടുത്തു. ഇതിൻ്റെ കോഡ് കാണാനില്ല ഗൈസ്. ഇതിൻ്റെ കോഡില്ലേ? കോഡ് എടുത്തു. അതേപോലെ ആപ്പിള് സാധാരണക്കാരുടെ മെയിൻ ഐറ്റമാണ്. ഇതില്ലാണ്ട് ഒരാഴ്ച നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഈ സാധനം ക്യാൻസൽ ചെയ്തിട്ട് ഒരു 10 സ്ലോട്ടി എൻ്റെ പട്ടി മേടിക്കും. നമുക്ക് ആപ്പിൾ മതി. എന്നിട്ട് എൻ്റെ പേര് എസ് സെഡ് അടിച്ച സാധനം വരും. വന്നില്ലേ? SZA
അടിച്ച വരും വന്നു അതെടുത്തു. ഇത് ബില്ല് ചെയ്യട്ടെ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ക്യാൻസൽ ചെയ്യട്ടെ, വില കൂടുതലാണ്, നമുക്ക് താങ്ങൂല. നമുക്ക് താങ്ങും, പക്ഷെ വേണ്ട ആവശ്യമില്ല, അനാവശ്യം. ആരും വന്നില്ല. അതുകൊണ്ടൊക്കെ എടുത്തു. 18 സ്ലോട്ടിയും ആഘോഷകരമായി പൊട്ടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലായിരുന്നു, മൊത്തം അനാവശ്യമാണ്. കയറിയതിൻ്റെ പേരിൽ പൊട്ടിച്ചു എന്ന് മാത്രം. കടയിൽ കയറി കാശ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒരാവശ്യമുള്ളതാണ്. ഇപ്പോൾ അത് പൊട്ടിച്ച 18 സ്ലോട്ടി പൊട്ടിച്ചു, സന്തോഷം. ഇനി തിരിച്ച് വീട്ടിൽ പോയി സമാധാനത്തിൽ കിടന്നുറങ്ങാം. കൂട്ടത്തിൽ നമ്മുടെ ഒരു ചങ്ങായി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി കഴിക്കണം. അതുകൊണ്ട് ഇനി ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണ്ട. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡ് നമുക്ക് ജോലി ഉള്ളപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടും. നമ്മളും അതുപോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവസാനം മാത്രം നിൽക്കരുത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചെല്ലുക, എത്രയും വേഗം ചെരിയുക. ഇനി വേറെ ക്ലിപ്പുകൾ ഉണ്ടാവുന്നതല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് ലെറ്റ്സ് സീ, സാധ്യത കുറവാണ്. അപ്പോൾ നാളത്തെ വീഡിയോ മറക്കണ്ട, എന്നാലാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മൊത്തം പൂർണ്ണത എത്തുള്ളൂ. അപ്പോൾ ശുഭദിനം.